അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ട അല്ലാഹുവിന്റെ മഹത്തുക്കളായ മഹാന്മാരായ മലക്കുകളല്ലാതെ വേറൊരാളും അതിനെ സ്പർശിക്കുക പോലും ചെയ്യാതെ അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് നടന്ന വിശുദ്ധ ഖുർആൻ. ഖുർആനുടെ ഇറങ്ങലോടുകൂടെ മറ്റുള്ള ഗ്രന്ഥങ്ങളെ മുഴുവനും അല്ലാഹു ഉയർത്തിക്കളയുകയും ചെയ്തു. അത്രയും പവറും ത്രാണിയും മഹത്വവുമുള്ള മഹനീയമായ വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ കൊണ്ടാവണം നമ്മുടെ ഈ റമളാൻ അവസാനിപ്പിക്കേണ്ടത്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം. ഖുർആനാണ് എല്ലാം. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞതാണ്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി നിങ്ങൾ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതലായി നിങ്ങൾ പതിവാക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് വിശുദ്ധമായ എന്റെ ഗ്രന്ഥം പാരായണം ചെയ്യലാണ്, ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ചോദിക്കുന്നവന് കൊടുക്കുന്നതിനേക്കാൾ ധാരാളം ഞാൻ അവന് കൊടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തുപോയ പാപങ്ങളുടെ കൂമ്പാരങ്ങൾ മനസ്സിൽ വെച്ച് സൃഷ്ടാവായ തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തി ഇലാഹായ തമ്പുരാനോട് പാപമോചനം തേടേണ്ട ആളുകൾ. നമ്മളൊക്കെ കണ്ടമാനം തെറ്റുകൾ ചെയ്തു പോയവരാണ്. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, കാണാൻ പറ്റാത്തതിനെ കണ്ടുപോയവർ, കേൾക്കാൻ പറ്റാത്തതിനെ കേട്ടുപോയവർ, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയവർ, ചിന്തിക്കാൻ പാടില്ലാത്തതിനെ ചിന്തിച്ചു പോയവർ. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാതെ, ഇന്നല്ലെങ്കിൽ നാളെ 3 കഷ്ണം തുണിയിൽ നമ്മെ പൊതിഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമെന്നുള്ള ആലോചന പോലും ഇല്ലാതെ ആഖിറുസ്സമാനിൽ ജീവിക്കുന്ന നാം പല തെറ്റുകളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നവരാണ്. കടലിലെ തിരമാല കണക്കെയുള്ള പാപങ്ങളും ഇലാഹായ തമ്പുരാൻ ഒരു നിമിഷം കൊണ്ട് പുറത്തു കൊടുക്കുന്ന വിശുദ്ധമായ 10. അത് ഇന്ന അമലെന്നില്ല, ഏതെങ്കിലും അമൽ കാരണമായി അല്ലാഹു പുറത്തു കൊടുക്കും. അല്ലാഹു പൊറുക്കുക എന്നുള്ളത് അവന്റെ ഏറ്റവും വലിയ കരുണയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ, ഏറ്റവും വലിയ കൃപ, ഏറ്റവും വലിയ ദയ, ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ ദയ അവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കലാണ്. ഒരു മനുഷ്യന് കൂമ്പാരമായ സമ്പത്ത് കൊടുക്കുന്നതിനേക്കാൾ, ഒരു മനുഷ്യന് വളരെ സൗകര്യപൂർവമായ ജീവിതം അല്ലാഹു കൊടുക്കുന്നതിനേക്കാൾ, ഒരു മനുഷ്യന് അവന് രുചി തോന്നുന്ന നല്ല ആഹാരങ്ങൾ അവനിക്ക് കൊടുക്കുന്നതിനേക്കാൾ, അവനിക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും അവനിക്ക് ഖൈർ, ഏറ്റവും അവനിക്ക് സന്തോഷം അവൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളതാണ്. ആ വിശുദ്ധമായ 10 ഈ 10. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ഈ 10ലും നമ്മുടെ എണ്ണിയാൽ തീരാത്ത പാപങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇലാഹായ റബ്ബിന്റെ വിശുദ്ധമായ ഗ്രന്ഥം തുറന്നു വെച്ച് ഖുർആൻ പാരായണം നടത്തുക. നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരും. അല്ലാഹുവിങ്കലിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അത് തരും എന്നുള്ളതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി തങ്ങൾ പറയുന്നു, അൻ ബുറൈദത റളിയല്ലാഹു അൻഹു, ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല കുൻതു ജാലിസൻ ഇൻദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് സമിഅതുഹു ഞാൻ നബി തങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. യഖൂൽ നബി തങ്ങൾ പറയുന്നതായി. അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിനോട്. ആ വഅലിന്റെ സദസ്സിലേക്കാണ് ഞാനും കയറിയിരുന്നത്. അപ്പോൾ ഞാൻ ഇരുന്ന സമയത്തിൽ നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേൾക്കുകയാണ്. ഫസമിഅതുഹു ഞാൻ നബി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. യഖൂൽ നബി തങ്ങൾ പറയുന്നതായി, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഖിയാമ. ഖുർആനിന്റെ മഹാത്മ്യം ഹബീബാ നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഖുർആൻ ഓതുന്നവന്റെ ഫളായിലുകൾ, ഖുർആൻ ഓതുന്നവന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത്. ഖുർആനിന്റെ ഓരോ ഹറഫുകളും ഇങ്ങനെ ഉച്ചരിക്കുമ്പോ നമ്മുടെ കൈ കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. ഖുർആനിലെ ഓരോ അക്ഷരങ്ങൾ പുറപ്പെടുമ്പോഴും നമ്മുടെ നാവ് കൊണ്ട് ചെയ്ത ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുകയാണ്. ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. ഇങ്ങനെ വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു. തീർച്ചയായും ഖുർആൻ നാളെ ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോ, ഖിയാമത്ത് നാൾ കടന്നു വരുന്ന സമയത്തിൽ വിശുദ്ധ ഖുർആൻ അവനെ കാത്തു നിൽക്കുന്നതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ, അന്ത്യദിനത്തില് കോടാനിക്കോടി വരുന്ന ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ അല്ലാഹുവിന്റെ കഠോരമായ ഹിസാബിന്റെ മുമ്പിൽ ആളുകളെല്ലാം വിയർപ്പിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുമ്പോ ആളുകളെല്ലാം നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ശറയിലേക്ക് ഓടി വരുമ്പോ ശരീരത്തിൽ ഒരു നൂൽ പോലും ഇല്ലാതെ കക്ഷങ്ങളിൽ രോമങ്ങൾ മുഴുവനും മടങ്ങി വരുന്ന കോടതി, കയ്യിൽ നിന്ന് മുറിക്കപ്പെട്ട നഖങ്ങൾ മുഴുവനും മടങ്ങി വരുന്ന കോടതി, നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ മുഴുവൻ അവയവങ്ങളും മടങ്ങി വരുന്ന കോടതി. ആ കോടതിയിലേക്ക് മനുഷ്യന്മാര് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സമയത്തിൽ ഹീന യൻശഖു അൻഹു ഖബ്റുഹു, ഓരോരുത്തരുടെയും ഖബറിൽ നിന്ന് ഓരോരുത്തരും എഴുന്നേറ്റുകൊണ്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ് ഫയഖൂലു ലഹു, ഖുർആൻ അവനോട് ചോദിക്കുന്നതാണ്, ഹൽ തഅരിഫുനി, അനക്ക് എന്നറിയൂലേ, നിനക്ക് എന്നറിയൂലേ? ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമുണ്ടല്ലോ. എന്നെ ഉമ്മമാരെ വീട്ടിൽ വെച്ചുകൊണ്ട് നോമ്പ് നോറ്റ പ്രഭാത സമയത്തിൽ ഉറങ്ങാതെ അല്ലാഹുവിന്റെ വിശുദ്ധ കലാം കയ്യിൽ വെച്ചുകൊണ്ട് ഖിബലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഭയഭക്തിയോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഉമ്മമാരെ, അർദ്ധരാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആരാരും അറിയാതെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ കലാം ലൗഹൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മാലാക്കന്മാരല്ലാതെ വേറൊരാൾക്കും തൊടാൻ അല്ലാഹു അവകാശം കൊടുക്കാതിരുന്ന ഖുർആൻ, നോക്കി നിന്നാൽ പോലും കൂലിയുള്ള ഖുർആൻ, നോക്കി നിന്നാൽ ചില വസ്തുവിലേക്ക് നോക്കി നിന്നാൽ കൂലി ഉണ്ടല്ലോ, വിശുദ്ധ കഅബാലയം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ, അത്രയും ഫളിലുള്ള ഖുർആൻ. ആ ഖുർആൻ എടുത്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ വേറൊരാള് കാണണമെന്നുള്ള മോഹം ഇല്ലാതെ, വേറൊരാൾ അറിയണമെന്നുള്ള ചിന്തയില്ലാതെ, ഇത് എന്റെ അല്ലാഹുവിന്റെ കലാമാണ്, ഇതെന്റെ റബ്ബിന്റെ കലാമാണ്, ഇതെന്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ് എന്നുള്ള ചിന്തയോടെ ഖുർആൻ ഓതിയ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഖുർആൻ കാണുമ്പോ ഖുർആൻ അവരോട് ചോദിക്കും, ഹൽ തഅരിഫുനി, അനക്ക് എന്നറിയോ, എന്നെ മനസ്സിലായോ? അപ്പം ഫയഖൂലു, ആളുകൾ വിഷമത്തോടെ നിൽക്കുന്ന സമയമാണല്ലത് ഇല്ലേ? ആളുകളെല്ലാവരും സ്വന്തം കാര്യത്തിൽ ബേജാറാവുന്ന കോടതിയാണല്ലത്.
എന്റെ കാര്യം എന്താകുമെന്നുള്ള ബേജാറാകുന്ന സമയം ല്ലേ? ചെറിയ കുഞ്ഞുമക്കൾ ഉമ്മമാരെ കാണുമ്പോ ഉമ്മാ എന്ന് വിളിച്ചുകൊണ്ട് അട്ടഹസിക്കുമ്പോ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുഞ്ഞുമക്കളെ പോലും ആട്ടിവിടുന്ന കോടതിയാണല്ലോ ആ കോടതി. എല്ലാവരും നഫ്സി 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 എന്ന് പറയുന്ന കോടതി. ആ കോടതിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകൾ പ്രയാസപ്പെടുമ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്നിട്ട് അവര് പരാതി പറയുമല്ലോ, ആദം നബിയെ, ഞങ്ങൾ വിയർപ്പിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുകയാണ്, സൂര്യൻ ഒരു ചാണകല ഉദിച്ചു നിൽക്കുകയാണ്, ഈ ഭയാനകതയുള്ള കോടതിയിൽ നിന്ന് ഞങ്ങളെ വേഗം വിചാരണ ചെയ്ത് ഒന്നിരിക്കൽ നരകം അല്ലെങ്കിൽ സ്വർഗം. ഈ കോടതിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഇവിടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കാര്യം പറയുമ്പോ ആദം നബിയും പറയുന്നത്, എന്റെ അരികിൽ നിന്ന് പൊയ്ക്കോളൂ, ഇവിടെ എനിക്കൊരു റോളും ഇല്ല, ഇവരിൽ എനിക്കൊരു റോളില്ല. അല്ലാഹു ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ പോകൂല, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി ഞാൻ നിങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ കഴിയൂല, ഞാൻ തന്നെ ബേജാറിലാണ്, ഞാൻ എന്റെ കാര്യത്തിൽ പേടിയിലാണ് എന്ന് ആദം നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുന്ന കോടതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വരുമ്പോ ഇബ്രാഹിം നബിയും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, പൊയ്ക്കോളൂ, ഈ സമയത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൂല, ഞാൻ തന്നെ ബേജാറിലാണ്, എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ പേടിയിലാണ്. ഇന്നത്തെ ദിവസം പോലെ അല്ലാഹു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസം പോലെ അല്ലാഹു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും പറയുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ നഫ്സി 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 നഫ്സി, എന്റെ കാര്യമേ, ഞാൻ എന്താകുമേ, എന്റെ കിസാബേ എന്നെല്ലാവരും പേടിച്ച് അന്തം വിട്ടന്താളിച്ചു നിൽക്കുമ്പോഴാണ് ഖുർആൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് ഫയഖൂലു, ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യന്മാർ ഖുർആനിനോട് പറയുന്നത്, മാ അഅരിഫുക, എനിക്ക് നിന്നറിയൂല, എനിക്ക് നിന്നറിയൂല, ആരാനി? ഫയഖൂലു ലഹു, വീണ്ടും ആ ഖുർആൻ അദ്ദേഹത്തിനോട് ചോദിക്കും, ഹൽ തഅരിഫുനി, എന്നെ നിനക്ക് പരിചയല്ലേ, എന്നെ നിനക്ക് ഓർമ്മയില്ലേ? അപ്പയും വീണ്ടും മനുഷ്യന്മാര് പറയും, മാ അഅരിഫുക, എനിക്ക് നിന്നെ അറിയില്ല, നീ ആരാണ്, നീ ആരാണ്, നീ ആരാണ്? എന്റെ ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ഒരു ചാണകല സൂര്യൻ ഉദിച്ചിരിക്കുന്നത്, കണ്ടില്ലേ എല്ലാവരും വിയർപ്പിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുന്നത്, ആരാണ് ഈ കാര്യം പറ? അപ്പയാണ് ഫയഖൂലു, ഖുർആൻ പറയുന്നത്, അന സാഹിബുൽ ഖുർആൻ, ഞാൻ ആരെന്നറിയോ, ഞാൻ ആരെന്നറിയോ? നീ അന്തിപ്പാതിര നേരത്ത് നീ നിന്റെ റൂമിൽ ലൈറ്റ് ഇട്ടുകൊണ്ട്, നീ നിന്റെ റൂമിൽ ഭർത്താവ് കിടന്നുറങ്ങുമ്പോ, നിന്റെ മക്കൾ കിടന്നുറങ്ങുമ്പോ, നീ നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നീ ഖുർആൻ എടുത്തുകൊണ്ട് ഓതിയിട്ടില്ലയോ? ആ വിശുദ്ധ ഖുർആനാണ് ഞാൻ. വിഷമഘട്ടം വരുമ്പോ നീ എന്നെ കൈപിടിച്ചുകൊണ്ട് എന്നെ ഓതിയിട്ടില്ലയോ? വിഷമം വന്നപ്പോ, സന്തോഷം വന്നപ്പോ, പവിത്രതയുള്ള ദിവസങ്ങളിൽ, മഹനീയമായ രാവുകളിൽ, അതുപോലെയുള്ള ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും നീ എന്നെ പാരായണം ചെയ്തില്ലയോ? ആ ഖുർആനാണ് ഞാൻ എന്ന് ഈ ഖുർആൻ അങ്ങ്, വിശുദ്ധമായ ഖുർആൻ അങ്ങ് വിളിച്ചു പറയുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ഖുർആൻ അല്ലാഹുവിന്റെ അരികിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ടോ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, വയൂലഉ അലാ റഅസിഹി താജുൽ വഖാർ, വഖാറിന്റെ ഒരു കിരീടം അല്ലാഹു അവന്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കുന്നതാണ്. വയൂലഉ അലാ റഅസിഹി താജുൽ വഖാർ, ആ കൂട്ടുകാരന്റെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ തലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിരീടത്തിനെ വെച്ചു കൊടുക്കുന്നതാണ്.
പ്രൗഢിയുടെ കിരീടം അവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അവരുടേത് മാത്രമല്ല. എന്നിട്ട് അവരോട് ചോദിക്കും, നിന്റെ മാതാപിതാക്കൾ എവിടെയോ? നിന്റെ മാതാപിതാക്കൾ നിന്റെ അരികിലുണ്ടോ? നിന്നെ 10 മാസം ഗർഭം ചുമന്ന് വേദനയോടെ പ്രസവിച്ച നിന്റെ കുഞ്ഞു, നിന്റെ മാതാപിതാക്കന്മാർ എവിടെ? അവരെ വിളിക്കാൻ വേണ്ടി പറയും. ആ സമയത്തിൽ ഇവർ മാതാവിനെയും പിതാവിനെയും വിളിച്ചു കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കും, നിന്റെ മക്കളെവിടെയോ? നിന്റെ മക്കളെവിടെ? നീ 10 മാസം നൊന്ത് പ്രസവിച്ച നിന്റെ പൊന്നു മക്കളുണ്ടല്ലോ, അവരെവിടെ? മക്കളെയും വിളിച്ചുകൊണ്ടുവരും. നിന്റെ ഭർത്താവ് എവിടെ? ഭർത്താവിനെയും വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആൻ ഇവരോട് പറയും, നിനക്ക് ഇനി ശഫാഅത്ത് ചെയ്യാനുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ ശഫാഅത്ത് ചെയ്യാൻ നിനക്ക് അവകാശം അല്ലാഹു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നിട്ടുണ്ട്. നീ ഏറ്റവും നല്ല പണിയെടുത്ത പെണ്ണാണ്. നീ വിശുദ്ധമായ ഖുർആൻ ഒരു രാവും പകലുമില്ലാതെ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്ത പെണ്ണാണ് നീ. അതുകൊണ്ട് വിളിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ മുഴുവനും നീ കൈപിടിച്ചോ, എന്നിട്ട് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വർഗം കൊണ്ട് ഈ ഖുർആൻ ശുപാർശകനായിട്ട് വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആ ഖുർആൻ മടിപ്പില്ലാതെ, പ്രയാസമില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ ആ ഖുർആൻ ഏത് സമയത്തിലും പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. എപ്പോഴും ഖുർആൻ ഓതുക. ഉസ്താദേ, അടുക്കള ജോലി ചെയ്യണ്ടയോ? ചെയ്തോ. അടുക്കള ജോലി ചെയ്തോ. ആ അടുക്കള ജോലി ചെയ്യുന്ന സമയത്തിൽ നിനക്ക് കാണാതെ അറിയുന്ന ഒരുപാട് ഖുർആനിന്റെ അധ്യായങ്ങളില്ലയോ? നിനക്ക് സൂറത്തുൽ ഇഖ്ലാസ് അറിയുകയില്ലയോ? വിശുദ്ധ ഖുർആനിന്റെ 1/3 സുലുസുൽ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് അല്ലയോ? ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തൂടെ? അതിനെ 3 തവണ ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്നത് ഖുർആൻ മുഴുവനും ഓതിയതിന്റെ പ്രതിഫലമാണ്. ഖുർആൻ മുഴുവനും ഓതിയതിന്റെ പ്രതിഫലം അതൊരു 9 തവണ ഓതിയാലോ 3 തവണ ഖുർആൻ ഖതം തീർത്തതിന്റെ പ്രതിഫലമല്ലയോ? അതിനാരെങ്കിലും ഒരാൾ 900 തവണ ഓതിക്കഴിഞ്ഞാലോ 900 തവണ ഓതിക്കഴിഞ്ഞാലോ 100 തവണ ഖുർആൻ ഖതം ഓതിയതിന്റെ കൂലിയല്ലയോ ഉമ്മമാരെ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നത്? ആലോചിച്ചു നോക്ക്. ഇനിയോ അതിനെ 1,00,000 തവണ ചൊല്ലി തീർത്താലോ? 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് എങ്ങാനും ഒരു മനുഷ്യന്റെ ജീവിതകാലത്താരെങ്കിലും ഓതി വെച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവൻ നരകത്തിൽ നിന്ന് മോചിതനാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അവനിക്ക് നരകമോചനമുണ്ട്. എന്നാൽ അതിനേക്കാൾ സ്ഥാനമാണ് സൂറത്തുൽ ഇഖ്ലാസ്. 1,00,000 തവണ പാരായണം ചെയ്താൽ അവനിക്ക് നരകമോചനം ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ എന്ത് തെറ്റും ചെയ്യാമെന്നല്ല. 1,00,000 തവണ ഉമ്മമാരെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കണ്ണുകൊണ്ട് ഒരു ഹറാം കാണാൻ കഴിയുകയില്ല. ഒരു ഹറാം ചെയ്തു നോക്ക് ഉമ്മമാരെ, ചെയ്തു നോക്ക്.
ഒരു ഹറാം അവരെ കൊണ്ട് കാണാൻ കഴിയുകയില്ല, അതിന് മനസ്സ് വരൂല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. 1,00,000 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് ഹറാം കേൾക്കാൻ കഴിയുകയില്ല, ഹറാം സംസാരിക്കാൻ കഴിയൂല. നരകാവകാശികൾ ചെയ്യുന്ന ഒരൊറ്റ പ്രവർത്തനവും അവന്റെ ജീവിതത്തിലൂടെ വരികയില്ല എന്ന് മാത്രമല്ല, ധാരാളം നിസ്കരിക്കാൻ അവനെ കൊണ്ട് ആവത് വരും, തൗഫീഖ് വരും, ഒരു ഹള്ളുണ്ടാകും അവനിൽ. 1,00,000 തവണ ഓതി തീർത്താൽ, ഓതി തീർത്തവർ പലരുമുണ്ട്. അല്ലാഹു ചില സഹോദരിമാരെ, ചില സഹോദരന്മാരെ, ചില ഉപ്പമാരെ, ചില ഉമ്മമാരെ, ചില വല്യപ്പമാരെ, ചില വല്യുമ്മമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ സ്നേഹിക്കും. അവർ അല്ലാഹുവിന്റെ കുടുംബങ്ങളാണ്. ഖാല ഇന്ന ലില്ലാഹി അഖ്ലീന മിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരാണ്. ഖാലൂ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയേ അല്ലാഹുവിന്റെ കുടുംബക്കാർ? ആരാ നബി അല്ലാഹുവിന്റെ കുടുംബക്കാർ? ഖാല, അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, അഹ്ലുൽ ഖുർആൻ, ഏത് സമയത്തിലും ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അസറിന്റെ ബാങ്ക് കൊടുത്തു, മുസല്ലയിൽ ചെന്നു, അസർ നിസ്കാരം കഴിഞ്ഞു, ആ ഖുർആൻ എടുത്തുകൊണ്ട് വെറുതെ ഇങ്ങനെ തുറന്ന് 1 പേജോ 2 പേജോ ഖുർആൻ ഓതി, എന്നിട്ട് ആ ഖുർആൻ അവിടെ തന്നെ അടക്കി വെച്ചു. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി, അടുക്കളയിൽ വെച്ചുകൊണ്ട് പാചകം ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർ, അതുപോലെ തന്നെ സൂറത്തുൽ ഫലഖ് ഓതുന്നവർ, നാസ് ഓതുന്നവർ, അല്ലെങ്കിൽ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ യാസീൻ പാരായണം ചെയ്യുന്ന, ഏത് സമയത്തിലും ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ കുടുംബക്കാരാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ലൗഹിൽ സൂക്ഷിക്കപ്പെട്ട ഖുർആൻ, മലക്കുകളല്ലാതെ വേറൊരാളും തൊടാത്ത ഖുർആൻ, അത് എപ്പോഴും ഓതുന്ന ആളുകളുണ്ടല്ലോ, അവരല്ലാഹുവിന്റെ കുടുംബക്കാരാണ്, അവരല്ലാഹുവിന്റെ കുടുംബക്കാരാണ്, അവർ അഹ്ലുല്ലാഹ്, അല്ലാഹുവിന്റെ കുടുംബമാണവർ. അല്ലാഹുവേ നിന്റെ കുടുംബമായി തുടരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. സ്വഹാബ, നോമ്പ് നോറ്റ് ഖുർആൻ ഓതുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, എത്ര ആളുകൾ എന്നറിയോ? എത്ര ആളുകൾ അങ്ങനെ ഖുർആൻ പാരായണം നടത്തുന്നവർ. ജോലി ചെയ്യുന്നവർ ജോലിക്ക് പോകണം, അടുക്കള ജോലി ചെയ്യേണ്ടവർ അത് ചെയ്യണം, ഭർത്താവിന്റെ വസ്ത്രം അലക്കേണ്ടവർ അത് ചെയ്യണം, അതെല്ലാം ചെയ്യണം. അതിന്റെ ഒഴിവ് സമയങ്ങളിൽ, ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഖുർആൻ പാരായണം ചെയ്യണം. എന്നിട്ട് നബി തങ്ങൾ പറയാൻ, നോമ്പുകാരായിട്ട് ഏറ്റവും ചെയ്യേണ്ടത് ഖുർആൻ പാരായണം മുതലാണ്. ഏറ്റവും 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 മനസ്സിലായില്ല? അർത്ഥം മറയില്ലെങ്കിലും അർത്ഥം മറയുന്നത് പോലെ, കരച്ചിൽ വരുന്നില്ലെങ്കിലും കരച്ചിൽ വരുന്നത് പോലെ, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇത് നാളെ എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള ആളാണ്. ഈ ഖുർആനുമായിട്ട് ഞാൻ ബന്ധപ്പെടുമ്പോഴാണ് എന്നെ അല്ലാഹു ഒരു കുടുംബക്കാരനായി മാറ്റുന്നത് എന്നുള്ള ചിന്തയോടെ, വേറൊന്നും ചിന്തിക്കരുത്. ഖുർആൻ ഓതുമ്പോ ഞാനൊരു ഓത്തുകാരനാണെന്ന് മറ്റോലൊക്കെ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് ഓതിയാലോ അതിലൊരു ഫലവും ഇല്ല. അത് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഇഖ്ലാസ് വേണം.
ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ഇല്ലാതിരുന്നാൽ അവന്റെ അഅമാലുകളൊന്നും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യൻളുറു ഫീ സുവരിക്കും. അല്ലാഹു നിങ്ങളുടെ കോലത്തിലേക്ക് അല്ലാഹു നോക്കുകയില്ല. ഇന്നല്ലാഹ ലാ യൻളുറു ഫീ സുവരിക്കും വഅംവാലിക്കും. നിങ്ങളുടെ മനോഹരമായ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ നോട്ടം ഇല്ല. നിങ്ങൾ ധരിച്ച വസ്ത്രമുണ്ടല്ലോ, അലങ്കാരത്തിന്റെ വസ്ത്രം, ആ വസ്ത്രത്തിലേക്ക് അല്ലാഹു നോക്കൂല. വലാകിന്നെങ്കിലും അല്ലാഹുവിന്റെ നോട്ടം യൻളുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങൾ ചെയ്യുന്ന അഅമാലുകളിലേക്കുമാണ് അല്ലാഹുവിന്റെ നോട്ടം. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ നോമ്പ് നോൽക്കുന്നവരാണെങ്കിൽ അല്ലാഹു നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം, അനുഗ്രഹത്തിന്റെ നോട്ടം. ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം? പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ നോട്ടം. ആ നോട്ടം അല്ലാഹുവിനിലേക്ക് നോക്കുന്നതാണ്, നിസ്കരിക്കുന്നവരുടെ അരികിലേക്ക്. അതുപോലെ ദിക്ർ തസ്ബീഹ് മാലയെടുത്ത് ഒരു മൂലയിലിരുന്ന് സുബ്ഹാനല്ലാഹ് 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 ചറ്റക്കുടിലുള്ള മാമയാണ്, അല്ലെങ്കിൽ മനോഹരമായ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള ഒരു വല്ലിപ്പയാണ്. അല്ലാഹു അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് നോക്കും. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നിങ്ങൾ ചെയ്യുന്ന അമലിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടമുള്ളത്. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിങ്ങൾ തറാവീഹ് നിസ്കരിച്ച് നിങ്ങൾ വിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ നോട്ടം എന്ന് പറയുന്നത് റഹ്മത്തിന്റെ നോട്ടമാണ്. ഏറ്റവും വലിയ റഹ്മത്ത് പാപം പുറത്തു തരലാണ്. പടച്ചോൻ പുറത്തു തരും, പടച്ചോൻ പുറത്തു തരും. അല്ലാഹുവേ നീ ഞങ്ങളെ നോക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി ഓരോ അമലുകളും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നോക്കുന്ന സമയത്തിൽ ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയവും അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം അല്ലാഹു നോക്കുന്നുണ്ട്. നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുക, നിസ്കാരം അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കലോടുകൂടെ നിങ്ങളുടെ ഹൃദയം നോക്കുന്നു. ആ ഹൃദയത്തിൽ ഒരംശമെങ്കിലും ഇത് മറ്റുള്ളവരെ കാണണമെന്നുണ്ടെങ്കിൽ, ഒരംശമെങ്കിലും മറ്റുള്ളവർ അറിയണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അല്ലാഹു അവരുടെ അഅമാലുകൾ സ്വീകരിക്കുന്നതല്ല. വലാ യൻളുറുല്ലാഹു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുക പോലുമില്ല. വലാ യുസക്കീം, അവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയും ഇല്ല. അവരുടെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയും ഇല്ല. നോമ്പുകാരാൻ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട്, കസേരയിൽ ഇരുന്നുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. ആ ഓതുന്ന സമയത്തിൽ എന്താ ശ്രദ്ധിക്കുന്നത്? അപ്പുറത്തുള്ള നഫീസാത്ത് നോക്കുന്നുണ്ടോ നോക്കുകയാണ്. നഫീസ നോക്കണുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉറക്കനെ. നഫീസ നോക്കണില്ലെങ്കിലോ മുസാഫ് പൂട്ടി വെച്ച് വെപ്പും വെച്ച് ഇങ്ങനെ നിൽക്കുക, പുറത്തേക്ക് നോക്കി നിൽക്കുക. ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഓതുക. സുബ്ഹാനല്ലാഹ് ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. നോട്ടല്ല പടച്ചോന്. വലാകിൻ യൻളുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഹൃദയം ശുദ്ധിയാവണം, ഹൃദയം നന്നാവണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ ഹബീബാ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ട് മാത്രമാണ്. വഇന്നമാ ലിംരിഇൻ മാ നവ, ഓരോരുത്തരും അവൻ കരുതിയത് അവനിക്കുണ്ടാകുന്നതാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഹിജ്റ പോകുന്നത്, അല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഹിജ്റ പോകുന്നത്, അത് അല്ലാഹുവിനും അവന്റെ ദൂതനെയും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനിക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ യുസീബുഹാ അവ ഇംറാത്തിൻ തസവ്വജുഹാ,
ഇത് പറയാനുണ്ടായ കാരണം, നബി തങ്ങൾ ഹിജറ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ ആ കൂട്ടത്തിൽ ഒരു സഹോദരനും സഹോദരിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പ്രണയത്തിലാണ്. ഈ സഹോദരി ഈ ഹിജറയുടെ കൂട്ടത്തിൽ പുറപ്പെട്ട കാരണത്താലാണ് ആ സഹോദരൻ വരുന്നത്. എന്തിനു വേണ്ടി? ഇവളെ കല്യാണം കഴിക്കാൻ. ഈ വിവരം ആരറിഞ്ഞു? ഹബീബായ നബി തങ്ങൾ അറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണല്ലോ ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റയേക്കാൾ അമലുള്ള, ഒരു ശ്രേഷ്ഠതയുള്ള, ഒരു ഫളിലുള്ള ഒരു അമലും ഇല്ല. അതിനേക്കാൾ വലിയ ഒന്നില്ലല്ലോ. ആ അമലിലാണ് പ്രണയവുമായിട്ട് രണ്ടാളുകൾ പോകുന്നത്. അപ്പോഴാണ് നബി തങ്ങൾ ഇത് പറയുന്നത്, എന്നെയും എന്റെ റബ്ബിനെയും ആഗ്രഹിച്ചുകൊണ്ടാണ് എന്റെ കൂടെ വരുന്നതെങ്കിൽ അവൻ എന്നോടും എന്റെ റബ്ബിനേക്കും ചേരുന്നതാണ്. നേരെ മറിച്ച് ദുന്യാവ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഹിജ്റ സംഘത്തോടുകൂടെ നിങ്ങൾ വരുന്നതെങ്കിൽ അവർക്ക് ദുന്യാവ് ലഭിക്കും. നേരെ മറിച്ച് ഒരു പെണ്ണിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ അവിടെ മദീനയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാനും കഴിയും. പക്ഷെ എന്നിലേക്കും എന്റെ റബ്ബിലേക്കും അവർക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് നന്നാവണം, ഇഖ്ലാസ് വേണം, തഖ്വ വേണം. നിയ്യത്ത് നന്നാവണം. നിയ്യത്ത് നന്നായാലെല്ലാം നന്നായല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ.